ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ട്രിപ്പ് പോവുകയാണ്. എറണാകുളത്തേക്കാണ് ട്രിപ്പ് പോകുന്നത്. കുടുംബശ്രീ വഴിയാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത്. കുടുംബശ്രീക്കാർ മാത്രമല്ല, അവൻ്റെ കുറച്ച് ബന്ധുക്കളും കൂടിയുണ്ട്. അപ്പം ഞാൻ ബസ് കയറാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സീറ്റിൽ എല്ലാവരും സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മാത്രമാണ് എത്താൻ വൈകിയത്. പിന്നെ വിമൽ ചേച്ചി അവിടെ നിന്നിട്ട് ഓക്കെ എല്ലാം ഓക്കെ ആണെന്നുള്ള നിലയിലൊക്കെ പറയുന്നുണ്ട്. ഇടയിൽ നിന്ന് രണ്ടാളെ കയറാനുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് നിർത്തി അവരെയും കയറ്റിയായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. രാവിലെ തന്നെ അവർ ഡീജൻ്റെ ലൈറ്റൊക്കെ ഇട്ട് അവർ ഡാൻസും പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ ബസ്സിൽ കുറച്ച് ദൂരെ ഇങ്ങോട്ട് എത്തിയതും നമുക്ക് രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ബസ് അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹോട്ടലിലാണ് നമുക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ബസ്സുകാർ തന്നെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. ബസ് ഇറങ്ങിയതും എല്ലാവരും ആദ്യം തന്നെ ബാത്റൂമിലേക്കാണ് കേട്ടോ പോയത്. കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമുക്ക് ബാത്റൂമിൻ്റെ സൗകര്യങ്ങളുള്ളൂ. നമുക്ക് പിന്നെ പുറത്തെവിടെയും അങ്ങനെ പോകാനൊന്നും പറ്റാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ ആവുന്നത് ഉപയോഗിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ അവിടെ നിന്ന് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഹോട്ടലിനകത്തേക്ക് കയറുകയാണ്. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു സീനറിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹോട്ടൽ കാണാനായിട്ട്. ഇവരുടെ ഫസ്റ്റ് കസ്റ്റമറാണ് നമ്മൾ. പിന്നെ ഇതിനകത്ത് തന്നെ നല്ലൊരു അക്വേറിയം ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ അക്വേറിയം കാണാനായിട്ട്. ഓരോരുത്തരും നിന്ന് ഫുഡൊക്കെ വാങ്ങുന്നുണ്ട്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങി ഓരോരുത്തർ ഓരോ സീറ്റ് പിടിച്ച് അവരൊക്കെ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് കഴിക്കാനെന്നും കൂടി നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ബ്രെഡ്, ചപ്പാത്തി, ആപ്പം, നൂലുപുട്ട്, മുട്ടക്കറി, പിന്നെ വെജിറ്റബിൾ കുറുമയും ഓരോ ഗ്ലാസ് ചായയുമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഉണ്ട്. കുഴപ്പമില്ല, ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അലിബാബയുടെ സ്റ്റാച്ചുവിൻ്റെ മുന്നിലേക്ക് നിന്ന് എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ മെട്രോയിലേക്കാണ് പോകുന്നത്. ബസ്സിലെ ആൾ നമുക്ക് മൈക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികൾ മൈക്ക് കിട്ടിയതും ഞാൻ പാടാന്നുള്ളതിൽ അവർ പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും പാടി കഴിയുമ്പോൾ നമുക്ക് മെട്രോയിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ഇറങ്ങി മെട്രോയിൽ കയറാൻ പോവാണ്. ഇതിലാരും മെട്രോയിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് ടൈമാണ്. പിന്നെ അങ്ങനെ കുറേ പേര് എക്സിലേറ്ററിലും കുറേ പേര് സ്റ്റെപ്പ് വഴിയൊക്കെ കയറി മുകളിലോട്ട് പോകുന്നുണ്ട്. എല്ലാവർക്കും ടിക്കറ്റ് എടുക്കുകയാണ്. അപ്പോൾ ആ ടൈം നമുക്ക് അതിൻ്റെ സൈഡായിട്ടൊരു ബുക്ക് സ്റ്റാളുണ്ട്. അതിൽ നിന്ന് ബുക്കൊക്കെ നോക്കി ഓരോ ബുക്കും എങ്ങനെയാണ് എന്തൊക്കെ ബുക്കാണ് എന്നുള്ളതൊക്കെ നോക്കി എല്ലാവരും അതിൽ നിന്ന് നോക്കുന്നുണ്ട്. അവിടെ എല്ലാം നോക്കിക്കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മുടെ ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് അപ്പുറത്തേക്ക് കടന്നു പോകുന്നുണ്ട്. എടുത്ത് ടിക്കറ്റ് കഴിഞ്ഞു. അപ്പോൾ ഇനി കുറച്ചൊരു 5 ആൾക്ക് കൂടി എടുക്കാനുണ്ടായിരുന്നു. അതും കൂടി എടുത്ത് എല്ലാവരെയും അപ്പുറത്തേക്ക് കടത്തിയിട്ടുണ്ട്. മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഒരു ഭാഗത്ത് കൂടെ തന്നെ കയറാമെന്ന് വെച്ചിട്ടാണ് ഓരോരുത്തർ ഓരോ ഭാഗത്തായിട്ട് കയറിയിട്ടുണ്ട്. പറഞ്ഞാൽ ആൾ മിസ്സാവണ്ടെന്ന് കരുതി ഓരോരുത്തരും എവിടെയും സീറ്റൊക്കെ ഒഴിവ് നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കാമെന്ന് വെച്ചിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരുടെയും സീറ്റ് ഫുള്ളാണ്. മെട്രോൻ്റെ പുറത്ത് കൂടെ നോക്കുമ്പോൾ നമുക്ക് എറണാകുളം സിറ്റി മുഴുവൻ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്നത് കല്ലൂർ സ്റ്റേഷനിലാണ് കേട്ടോ. എല്ലാവരും മെട്രോന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ മെട്രോയിൽ കയറുമ്പോൾ എടുത്ത ടിക്കറ്റ് ഈ മെഷീനിൽ കാണിച്ചാലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ കാണിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നമ്മുടെ കൂടെ തന്നെ ഗൈഡായിട്ട് ഒരാളുണ്ട്. അപ്പോൾ ആ വ്യക്തിയാണ് നമ്മൾ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും എല്ലാവരുടെയും കാണിക്കുന്നതൊക്കെ ചെയ്യുന്നത്. ഇനി ഞങ്ങൾ പോണത് മട്ടാഞ്ചേരിയിലെ കൊച്ചിൻ സിനഗോഗിലേക്കാണ്. ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് പുരാവസ്തു പോലെയുള്ള സാധനങ്ങളാണ് അധികവും ഇവിടെ കാണുന്നത്. ഞങ്ങൾ ആദ്യം പോകാൻ തീരുമാനിച്ചത് ഹിൽ പാലസിലോട്ടാണ്. പക്ഷേ ഹിൽ പാലസ് തിങ്കളാഴ്ച ദിവസം അവധിയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾക്ക് വേറൊരു പാലസ് നമുക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആ പാലസിലോട്ടാണ് പോണത്. ഇവിടെയൊക്കെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞാൽ പോരാ, അത്രയ്ക്കും കടകളാണ്. ഇവിടെയൊക്കെ കാണാനായിട്ട് നിറയെ വിദേശികളൊക്കെ വരാറുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിനും ഗൈഡായിട്ട് നടക്കുന്നത് ഈ ചേട്ടനാണ്. ഞങ്ങളെല്ലാവരും ആ ചേട്ടൻ കാത്തു നിൽക്കുകയാണ് അകത്തേക്ക് കയറാനായി. ഇതാണ് ആ പാലസ്. കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെയുള്ള വസ്തുക്കളിലൊന്നും തുടരുതെന്ന്. ഈ കെട്ടിടം 450 വർഷത്തിലേറെ പഴക്കമുള്ള കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പുരാതനമായ സിനഗോഗാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്ത ജൂത സമൂഹത്തിനു വേണ്ടി 1568 നിർമ്മിച്ചതാണിത്.
2018 ഇവിടെ അവസാനത്തെ ആഘോഷം നടന്നത്. ഇതിൻ്റെ വേറൊരു ഭാഗത്ത് പഴയ വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചും ജൂതന്മാരെക്കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ പോണത് ഒരു മ്യൂസിയത്തിലോട്ടാണ്. അവിടുന്ന് കുറച്ച് നടന്നാൽ മതി. ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട് അവിടെയൊക്കെ എന്നുള്ളത്. ഞങ്ങളങ്ങനെ അകത്ത് കയറി ഞങ്ങൾക്കുള്ള ടിക്കറ്റൊക്കെ എടുക്കുകയാണ്. ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു പല്ലക്കാണ് കാണുന്നത്. പഴയ കാലഘട്ടത്തിൽ രാജ്ഞിമാരെയൊക്കെ കൊണ്ടുപോകുന്നത് ഇതിലാണ്. ഇതിനകത്ത് മുഴുവൻ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന നാണയങ്ങളും പല്ലക്കും അങ്ങനെ രാജാക്കന്മാരുടെ ഓരോ വസ്തുക്കളും ഭരണത്തിലുണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെയാണ്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇനി ഞങ്ങൾ ബസ്സിലോട്ട് കയറാൻ പോവുകയാണ് എല്ലാവരും. ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഉച്ചയായിട്ടോ. അപ്പോൾ ഇനി ഞങ്ങൾ പോണത് തോപ്പുംപടിയിലുള്ള ഒരു ഹോട്ടലിലാണ്. ദ സാൾട്ട് എന്നാണ് ആ ഹോട്ടലിൻ്റെ പേര്. മുകളിലായിട്ടാണ് ഈ ഹോട്ടലുള്ളത്. കുറച്ച് ഉള്ളിലേക്കായിട്ട് വേണം പോകാനായിട്ട്. ഹോട്ടലൊക്കെ കാണാൻ അടിപൊളിയാണ്. ഇനി ഫുഡൊക്കെ കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് പറയാം. കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു വലിയൊരു അക്വേറിയം ഉണ്ട് അവിടെ. ഫ്രണ്ടിൽ തന്നെ നല്ലൊരു യെല്ലോ കളർ സ്കൂട്ടറും വെച്ചിട്ടുണ്ട് അവർ. പിന്നെ ഒരു ഗ്ലാസ്സിനകത്ത് വലിയ മീനുകളൊക്കെ മുളക് തേച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കയറുമ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയായിട്ട് എല്ലാവരും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞ് മുകളിലത്തെ ഒരു സ്ഥലത്താണ് നമുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. കായലിൻ്റെ ഓരത്താണ് ഈ ഹോട്ടലുള്ളത്. എല്ലാവർക്കും ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ നാട്ടിലൊക്കെ ബിരിയാണി മുട്ട പുഴുങ്ങിയതൊക്കെയാണ് തരിക. ഇവിടെ വ്യത്യസ്തമായിട്ടാണ്. ഇവിടെ ബിരിയാണി മുട്ട പൊരിച്ചതും പപ്പടവുമാണ്. അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ സൂപ്പറായിരുന്നു. കുറേ പേരൊക്കെ ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ വൈകി. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നല്ല വിശ്രമിക്കാനായിട്ടൊരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ അടിപൊളിയാണ്, നല്ല സൂപ്പറായിട്ടുണ്ട്. ഹോട്ടലും അവിടുത്തെ ഫുഡും എല്ലാം അടിപൊളിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഇനി ഞങ്ങൾ പോണത് ബോട്ടിങ്ങിനാണ്. ബോട്ടിങ്ങിൻ്റെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.